കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പം ഉണ്ടാക്കാനാണ്. അത് പച്ചരി കുതിർത്ത് 4 മണിക്കൂറായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അരയ്ക്കാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, എള്ളെടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്കായ തൊലി മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ കൊട്ടത്തേങ്ങ ഇത് പകുതി എടുത്തിട്ട് അരിഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ടിടാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പിന്നെ ഏലക്കായ ഞാനിങ്ങനെ തൊലിയെല്ലാം മാറ്റിയതിൻ്റെ ശേഷം എല്ലാ കാര്യത്തിനും എടുക്കാറുള്ളൂ കേട്ടോ. മിക്കവരും തൊലിയോടെ അങ്ങനെ എടുത്തിട്ടിട്ട് അരയ്ക്കുന്നതൊക്കെ കാണുന്നുണ്ട് ചില വീഡിയോയിലൊക്കെ. ഞാനൊരു മൈനസായിട്ട് പറയല്ല, നമ്മൾ തൊലി കളയുന്നതാണ് ഉത്തമം. ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ച് നമുക്കിതിനെ അരച്ചെടുക്കാം. തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ്. നമുക്കൊന്ന് അരച്ച് നോക്കാം. പിന്നെ ആവശ്യമുള്ളത് മധുരം അനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ഏലക്കായ ഇട്ടിട്ടുണ്ട്. അതുകൂടെ അടിച്ചെടുത്തതിന് ശേഷം ഒരുപാട് അരയാതെ ഒന്ന് തരിതരിപ്പായിട്ട് വേണം ഒന്നുകൂടെ അടിച്ചെടുക്കാം. 1 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത് കേട്ടോ. പിന്നെ ശർക്കരപ്പാനി ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണ്. അതിൽ നിന്നിപ്പോൾ 2 തവി എടുത്തു. 2 തവി എന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം ശർക്കര ഇപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളതനുസരിച്ച് മധുരം ചേർക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. മാവരച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഞാൻ കഴുകി ഉണക്കി വെച്ച എള്ളാണ് കേട്ടോ. അതെല്ലാം കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. പിന്നെ നമുക്കിത് തേങ്ങാക്കൊത്ത്, ഒരു കൊട്ടത്തേങ്ങ എടുത്ത് വെച്ചിരുന്നല്ലോ, അതിൻ്റെ പകുതിയാണ്. അതും ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യപ്പം എന്ന് പറയുമ്പോൾ നെയ്യിൽ തന്നെ വേവിച്ചെടുക്കണം, അതായത് ചുട്ടെടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നെയ്യിൽ തന്നെ ഉണ്ടാക്കി തിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെയ്യ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോകും. അപ്പം നെയ്യുടെ ഒരു ടേസ്റ്റിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഞാൻ ഒരു 100 ഗ്രാം ശർക്കര മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ശർക്കര പാനിയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ മധുരമുണ്ട് ഞാൻ നോക്കി. അപ്പോൾ ഇനി ഇതെല്ലാം ചേർന്നിട്ട് മധുരം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കൊട്ടത്തേങ്ങ ഉണ്ടല്ലോ ഇതിനകത്ത്. പിന്നെ ഇതിലേക്ക് ഇനി ഇടേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. അപ്പം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മതി, ഓവറാവണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് കട്ടിയായിട്ട് വരും. മൈദ ഇതിലെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പം പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പം മാവെല്ലാം റെഡിയാക്കി വെച്ച് 4 മണിക്കൂർ കഴിയണം. ശേഷം നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പാകത്തിനുള്ള ചൂടായി കഴിയുമ്പം ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു അപ്പമാണ്. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കാരോലപ്പം, ഉണ്ണിയപ്പം എന്ന് പറയുന്നില്ലേ, അതിനകത്ത് പഴം ചേർക്കുന്നുണ്ട്. ഇതിൽ പഴം ചേർക്കുന്നില്ല. കൊട്ടത്തേങ്ങ ഇല്ലാത്തവർ സാധാരണ തേങ്ങയെ ഒന്ന് നെയ്യ് മൂപ്പിച്ചിട്ടാൽ മതി. മൂപ്പിച്ച് ചൂടാറിയ ശേഷം ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇടാം. ഇതിൽ ഞാൻ ഇത് ബേക്കിംഗ് സോഡയായിട്ടോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇടുന്നില്ല.
അങ്ങനെയൊന്നും ഇട്ടില്ല. ഒന്നും ഇടാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് തിക്കാണ്. ഒരല്പം നേരം കൂടെ നോക്കിയാൽ നമുക്കതിൻ്റെ പാകം കിട്ടും. ഇതിപ്പോൾ കഷ്ണങ്ങളുണ്ടല്ലോ, കൊട്ടത്തേങ്ങയുടെ കഷ്ണങ്ങൾ, എള്ള്, അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ ഒന്നിങ്ങനെ നിൽക്കുന്നതാണേ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയായ ഫുഡാണ്. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. മധുരം പറ്റാത്തവർ വളരെ കുറച്ച് കഴിച്ചാൽ മതി. നല്ല മധുരമുള്ള പലഹാരം കഴിക്കുന്നവരുണ്ടല്ലോ, എനിക്കിഷ്ടമാണ് മധുരം. പായസമായാലും ഇതുപോലുള്ള ഐറ്റം ആയാലൊക്കെ ഞാൻ നല്ലപോലെ കഴിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നവരിത് കണ്ടു കഴിയുമ്പം അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയാലോ, എനിക്കൊരു സബ്സ്ക്രൈബറായി കിട്ടും. അപ്പോൾ ഒരുമിച്ച് മുന്നേറാം. ഇങ്ങനെ നമുക്ക് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാം. ഒത്തിരി പേര് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതേപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും വരുമാനം ഉണ്ടാക്കുന്നത്. നല്ല നല്ല റെസിപ്പികളാകുമ്പം പെട്ടെന്ന് മോണിറ്റൈസ് ആവും, വ്യൂവേഴ്സ് കൂടുമ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ദിവസവും ഓരോ വ്യത്യസ്തമായ രുചികളിൽ വ്യത്യസ്തമായ വിഭവങ്ങളുമായി വീണ്ടും കാണാം. ഇനി നമുക്കിതിനെ വെളിച്ചെണ്ണ ചൂടാക്കി ചുട്ടെടുക്കുമ്പം കാണാമേ. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അതുവരയ്ക്കും നമുക്കത് അടച്ചു വയ്ക്കാം. 4 മണിക്കൂറായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നേരത്തെ മാവാണ്, അതായത് നെയ്യപ്പം ഉണ്ടാക്കാനാണ്. നോക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഒഴിക്കാം. എന്നിട്ട് സിമ്മിലിട്ട് വെക്കാം. ഇനി നമ്മുടെ ഒരു നെയ്യപ്പം ആയിട്ടുണ്ട്. പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് ഒഴിച്ച് കൊടുക്കാം. പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ നെയ്യപ്പം. അടുത്തതും ആയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ വാർന്നതിന് ശേഷം എടുക്കാം. ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് ഒരു 5 സെക്കൻഡ് ആകുമ്പോഴേക്കും ആവും. നമ്മൾ മാവൊഴിച്ച് കഴിഞ്ഞിട്ട് പൊങ്ങി വരുമ്പോൾ കുറച്ച് മാവിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ചട്ടുകം കൊണ്ട് എണ്ണ നീക്കിയിട്ട് കൊടുത്താൽ കുറച്ച് നന്നായിട്ട് പൊങ്ങി വരും. അല്ലെങ്കിൽ കുറേ എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഡബിൾ ഒഴിച്ച് കൊടുക്കണം. പിന്നെ സിമ്മിൽ വെച്ച് ഒഴിക്കുമ്പോൾ നല്ല ചൂടിൽ വെച്ചാലും പിന്നെ സിമ്മിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മീഡിയം ടു സിമ്മിൽ ആണ് നമ്മളത് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു വശം കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിതിന് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ സിമ്മിലാണ് തീ വയ്ക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെളിച്ചെണ്ണയുടെ ചൂട്, പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. മാവ് മിക്സ് ചെയ്യുമ്പോൾ നെയ്യോടെ ചേർത്തതാണല്ലോ, അപ്പോൾ പ്രത്യേക ടേസ്റ്റായിരിക്കും. ബാക്കി മാവ് കൂടെ നമുക്ക് ചുട്ടെടുക്കാം. അടുത്തത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, എന്നാലും ഓരോരുത്തരും ഉണ്ടാക്കുന്നതിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഞാൻ കോഴിക്കോടൻ രീതിയിൽ ഉണ്ടാക്കുന്നു.
മാവെല്ലാം പാകത്തിന് നമ്മുടെ ഒരു ഇഡലി മാവിൻ്റെ പരുവാണോയെന്ന് ചോദിച്ചാൽ അതിലും കുറച്ച് ലൂസ്, എന്നാൽ ദോശ മാവിൻ്റെ അത്രയില്ല. പക്ഷേ ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യും കൊട്ടത്തേങ്ങ ഇടുന്നതുമാണ്. പിന്നെ ഷോക്കിയായിട്ട് ഇതിനകത്തിട്ടിരിക്കുന്ന എള്ളും. വെള്ളം ഒന്നും ഒഴിച്ചിട്ട് നമ്മൾ മാവ് കലക്കാൻ പാടില്ല. ശർക്കരപ്പാനി തന്നെ ഉപയോഗിക്കണം. കൂടുതൽ ഇതിൽ വെള്ളത്തിനകത്തൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ്, വെള്ളം ചേർന്ന് കഴിയുമ്പോൾ ഇത്രയും നന്നാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം 4 മണിയായി. 4 മണിയുടെ ചായക്കുള്ള പലഹാരവുമായി. എല്ലാവർക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.